ലൈവില് അടി നടന്നു. അതായത് ജാസ്മിൻ രാജാവായി. ജാസ്മിന്റെ ചെങ്കോലാണെങ്കിൽ സിജോ എടുക്കുന്നു. അപ്പോൾ ചെങ്കോൽ നഷ്ടപ്പെട്ടാൽ രാജാവിന് ബിഗ് ബോസിന്റെ റൂൾ പ്രകാരം അനങ്ങാൻ പാടില്ലല്ലോ. അപ്പോൾ ജാസ്മിൻ എന്ത് ചെയ്തു? ശ്രീധുവിനോട് ആ ചെങ്കോൽ എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുന്നു. സിജോയുടെ കയ്യിൽ നിന്ന് ശ്രീധു ചെങ്കോൽ മേടിക്കുന്നു. പക്ഷേ ശ്രീധു കൊടുക്കുന്നില്ല. അപ്പോൾ ജാസ്മിൻ എന്നാ പിന്നെ എൻ്റെ മാലയും കൂടെ എടുത്തോ എന്ന് പറഞ്ഞ് മാല ശ്രീധുവിന് കൊടുക്കാൻ പോകുമ്പോൾ ശ്രീധു പറയുന്നു മാല വേണ്ടാന്ന്. അപ്പോൾ അഭിഷേക് പറഞ്ഞു ഇങ്ങ് വന്നേക്കാൻ പറഞ്ഞ് അഭിഷേക് അത് മേടിക്കുന്നു. അപ്പോൾ മാല നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ രാജാവിന് സംസാരിക്കാനും പാടില്ല. അതുപോലെ ചെങ്കോലില്ലാത്തതുകൊണ്ട് രാജാവിന് നടക്കാനും അനങ്ങാനും പാടില്ല. പക്ഷേ ജാസ്മിൻ അനങ്ങി കസേരയിൽ പോയിരുന്നു. അപ്പോൾ സിജോ പറയുന്നുണ്ട് ഇനിയിപ്പോൾ ബിഗ് ബോസ് പറയും രാജാവിൻ്റെ അധികാരം നഷ്ടപ്പെട്ട സ്ഥിതിക്ക് പുതിയ രാജാവിനെ തിരഞ്ഞെടുക്കാൻ. അതുവരെ ജാസ്മിൻ അനങ്ങാനോ സംസാരിക്കാനോ പാടില്ല എന്ന് പറയുമ്പോൾ ജാസ്മിൻ അതിനെ എതിർക്കുന്നു. ജാസ്മിൻ തിരിച്ചു മറുപടി പറയുന്നുണ്ട് അങ്ങനെയൊന്നുമല്ല, സായിയുടെ ഇത് നഷ്ടപ്പെട്ടപ്പോൾ സായിനെ ജയിലിൽ കൊണ്ടാക്കിയപ്പോൾ സായി അനങ്ങുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തല്ലോ, എനിക്കതൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അതിനെ ചൊല്ലിയിട്ടാണ് അവിടെ വഴക്ക് നടന്നത്. ബിഗ് ബോസിന്റെ നിയമപ്രകാരം ഈ ടാസ്കിൽ ചെങ്കോൽ നഷ്ടപ്പെട്ടാൽ നടക്കാനോ അല്ലെങ്കിൽ അനങ്ങാനോ പാടില്ല, മാല നഷ്ടപ്പെട്ടാൽ സംസാരിക്കാനും പാടില്ല. അപ്പം അനങ്ങാതെ അവിടെ തന്നെ നിൽക്കുകയായിരുന്നു വേണ്ടത്. അല്ലാണ്ട് സായി അങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സായി അങ്ങനെ ചെയ്തപ്പോൾ അവിടെ എതിർക്കണമായിരുന്നു. സായി ബിഗ് ബോസ് നിയമപ്രകാരം ഇത് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അനങ്ങാനോ നടക്കാനോ പാടില്ല. സായിനെ എടുത്തുകൊണ്ടാണ് ജയിലിലാക്കിയത്. പക്ഷേ ജയിലിൽ വെച്ച് സായി സംസാരിച്ചു എന്നുള്ള നേരമായിരുന്നു. അപ്പം എതിർക്കണമായിരുന്നു, അല്ലാതെ ഇപ്പം ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ജാസ്മിൻ രാജാവായതിന് ശ്രീധുവിനൊക്കെയുള്ള കുശുമ്പുകൊണ്ടാണ് ശ്രീധു ഒക്കെ അങ്ങനെ ചെയ്തത് എന്നൊക്കെയാണ് കമൻസ് ലൈവിൽ വരുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ.